അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, 2-3 ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പനി പിടിച്ച് അതല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. അപ്പം വീഡിയോ ഇടാനും മടിയായിരുന്നു. അപ്പം വന്നിട്ടുണ്ട് ഏതാ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഫുള്ള് പ്രൊട്ടക്ഷൻ മെൻറ്റിങ്ങൊക്കെ ആഡ് ചെയ്തായിരുന്നു. ഏതാ എൻ്റെ സോഡ് സാധനം സെറ്റ് ഇതുണ്ട്. ഫെദർ ഫോളിങ് ലൂട്ട്. ആ ബോട്ടിലോട്ട് നോക്കി ഇനി ആ ഒരു ഇത് ആഡ് ചെയ്യണം. എന്തുവാ സോൾ സ്പീഡ് 3 കിട്ടിയായിരുന്നില്ല കുറേ നാൾ. നമ്മൾ മറ്റേ ബാസ്റ്റൺ റൈഡ് ചെയ്യാൻ പോയപ്പം ഓർമ്മയുണ്ടോ? അപ്പം അത് കിട്ടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എവിടെ എൻ്റെ ബോട്ട്? അതങ്ങോട്ട് വെക്കുക. സോൾ സ്പീഡ് 3 വെക്കുക. 15 കോസ്റ്റ്. കുഴപ്പമില്ല. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡയമണ്ട് ആർമർ നമുക്കായിട്ടുണ്ട്. എൻചാൻ്റൊക്കെ ചെയ്തത്. നമുക്ക് കുറച്ചെണ്ണത്തിൽ ഇനി അൺബ്രേക്കിംഗ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഓഫ്ലൈനിൽ ചെയ്തോളാം. പിന്നെ ഈ സ്റ്റിക്കുള്ളവന്മാരുടെ അടുത്ത് മേടിച്ചിട്ടാണ് നമുക്ക് ഈ ടൂളൊക്കെ മെൻറ്റ് ചെയ്യാം. ആ സ്റ്റിക്ക് കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് അമ്മ XP ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഫുള്ള് ആർമറൊക്കെ മെൻറ്റ് ചെയ്യാം. ഇതുണ്ട്, എല്ലാത്തിലും മെൻറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് റിസ്പിറേഷൻ ഉണ്ട്, അക്വ എഫിനിറ്റി ഉണ്ട്. ഏതാ കുറച്ചെണ്ണത്തിൽ ഈ അൺബ്രേക്കിംഗ് ഉണ്ട്. അതിനകത്തെല്ലാം അൺബ്രേക്കിംഗ് ആഡ് ചെയ്യണം. ടൂൾസിൽ മാക്സിനകത്താണ് അൺബ്രേക്കിംഗ് ഇല്ലാത്ത, അത് ആഡ് ചെയ്യണം. അതൊക്കെ ഞാൻ ഓഫ്ലൈൻ ചെയ്തോളാം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ ഫ്രണ്ട് വശം മുഴുവൻ ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുന്നുണ്ടാ. നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യണം. ഇതുണ്ടാ, ഇപ്പോൾ ഒരു ഫ്രണ്ടാണ് ഒരു ഗുണമില്ല. കണ്ടാ ഇവിടെ ഫുള്ള് മറ്റേ കുഴി, ഈ ക്രീപ്പർ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് കൊന്ന് കുറേ കുഴിയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടണം. ഈ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ച് ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ഇത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ശവലുള്ളതുകൊണ്ട് എളുപ്പം ഇത് പരിപാടിയെല്ലാം തീർന്നു. അപ്പോൾ വേണ്ട, ഇപ്പം പിന്നെ ഒരു രസമുണ്ട് കയറിപ്പോയി. ഇല്ല, ഇപ്പം ഫുള്ള് മറ്റേ ക്രീപ്പർ പൊട്ടി തെറിച്ച് എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഇനിയും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളൊന്ന് ലൈറ്റ് ചെയ്തേക്കാം. ഞാൻ ലൈറ്റ് നോക്കിയപ്പം ഇവിടെ ഫുള്ള് വെട്ടമില്ലായിരുന്നു. അപ്പം ഫുൾ ലൈറ്റ് ചെയ്തേക്കാം. പറഞ്ഞു ടോർച്ച് തീർന്ന് കൊള്ളാം, കുഴപ്പമില്ല പറ്റുന്നുള്ളൂ. പിന്നെ ഗൈസ്, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം നാളത്തെ എപ്പിസോഡിൽ, നാളെയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആകും, എനിക്ക് നല്ല പനിയുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിനകത്ത് നമ്മൾ ആ ഒരു ഫോട്ടോസ് കണ്ടുപിടിക്കാൻ പോകും. എന്നുവെച്ചാൽ നല്ലൊരു ആർമർ കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോസ് കണ്ടുപിടിക്കാൻ പോയിട്ട് നമുക്ക് ആ ഒരു ബ്ലേസ് റോഡ് കൊണ്ടുവരണം. അത് ഡ്രാഗനെ കൊല്ലാൻ പോകണം. ഈ ഡ്രാഗനെ ആദ്യം കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി നമ്മൾ തീർക്കും. അപ്പോഴാണ് മൈൻക്രാഫ്റ്റ് തുടങ്ങുന്നത്. ഈ സാധനം ഞാൻ മറന്നിട്ടില്ല, അവിടെ നമുക്കൊരു സാധനം ചെയ്യാം. അത് ചെയ്യണമെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു എലേറ്റർ വേണം, ഇല്ലെങ്കിൽ ഇത് പറന്നു പോകാൻ പറ്റില്ല. ഇത് ബ്ലോക്ക് വെച്ച് കയറുകയെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്കൊന്ന് കാണുമ്പോൾ കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയി കുറച്ച് ഡയമണ്ട് മൈൻ ചെയ്തിട്ട് എന്തായാലും നമുക്ക് ആ ഒരു നെതറൈറ്റ് ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഒരു ഡയമണ്ട് വേണം. എന്തായാലും വീഡിയോയ്ക്ക് അത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ഫുള്ള് മൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, കുറച്ച് നേരത്തത് പരിശ്രമത്തിന് ശേഷം ഞാൻ കുറച്ച് ഡയമണ്ട് ഒപ്പിച്ച് 17 ഡയമണ്ട് ഇവിടെ ഈ ഷെയറങ്ങ് വെച്ചേക്കാം. കൊള്ളാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്താലും ഇങ്ങനെയൊക്കെ വരും. അവിടെ ഷെയർ, ഇവിടെ ഷെയർ. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അകത്തോട്ട് കയറാറില്ല. ആ സ്റ്റെയറിൻ്റെ അവിടെ ആ സ്പേസ് ഉള്ളതുകൊണ്ട് അതുവഴിയും കയറി വരും. അതുകൊണ്ട് അത് പൊട്ടിയിട്ടുണ്ട്. 14 ഡയമണ്ട് ഓറ്, 8 ഗോൾഡ്. സത്യം പറഞ്ഞാൽ ഇത് കുറവാണ്. 17 ഉണ്ട്. 17 മൈ മിസ്റ്റേക്ക്. ഇപ്പോൾ ഇത് ഫുള്ളൊന്ന് നേരത്തെ വെച്ച് പൊട്ടിച്ചേക്കാം. ഒരു ഫോർച്യൂൺ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡയമണ്ട് കിട്ടുമെന്ന് നോക്കാം. ഒരു 30 കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് മറ്റേ ഡൂപ്പ് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ വേണം. കുറേ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ കുറേ ഡയമണ്ട് വേണം. നമുക്ക് ഒരു നെതറൈറ്റ് ഉണ്ടെങ്കിൽ ഈ വെപ്പണിനകത്ത് ആഡ് ചെയ്യണം, ആർമറിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ കുറേ എണ്ണം വേണം, കുറേ ഡയമണ്ട് വേണം. അപ്പോൾ അതിനൊക്കെ ഇപ്പോഴേ ഡയമണ്ട് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം. അപ്പോൾ ഗൈസ്, ഇതൊന്ന് വെച്ചിട്ട് വരാവേ, ഒരു തമ്മിലും എടുത്തിട്ട് വരാം. ഏത് അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഒരു ഫോർച്യൂൺ 3 പിക്കാക്സ് എടുത്ത് നമുക്ക് ഫുള്ളൊന്ന് മൈൻ ചെയ്യാം. എത്ര കിട്ടുമെന്ന് നോക്കണം. ഒരു 30 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷം. ഓക്കെ, ആ ഗോൾഡ് ആദ്യം മൈൻ ചെയ്യും. ഫോർച്യൂൺ 3 ഓക്കെ. എഫിഷ്യൻസി 5 ഏതാ ഗൈസ്? 14 ഗോൾഡ് കിട്ടി. 14 അവിടെ ഒരെണ്ണമുണ്ട്, 15 ഗോൾഡ്. ആ വഴിയായിട്ട് ഡയമണ്ട് ഇവിടെ മൈൻ ചെയ്യണം. ഇവിടെ മൈൻ ചെയ്യാം. 1 2 3
4 5 6 7 8 9 10 11 12 13 14 15 16 17 ഫുള്ള് മൈൻ ചെയ്തിട്ടുണ്ട്. എത്ര കിട്ടി? 47. മൈൻക്രാഫ്റ്റ് നന്നായാ. സാധാരണ എനിക്ക് 2 എണ്ണമൊക്കെ ആണ് കിട്ടാറ്. 47 ഇപ്പം എത്ര ഉണ്ട്? ഓ കറക്റ്റ് ഒരു സ്റ്റാക്ക്. ഏതാ പോലീസ് സ്റ്റാക്ക് ഡയമണ്ട്. ഞാൻ റിച്ചായി. ഏതാ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ പോയാൽ ഫോട്ടോസ് കണ്ടുപിടിക്കാം. ചിക്കു ഇട്ടിരിപ്പുണ്ട്, തിന്നോ. ഏതാ? പൈനോട്ടിരിപ്പുണ്ട്, പൈനോട്ടത്തേക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമുക്ക് നാളെ പോയാൽ ഫോട്ടോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ബൈ ബൈ.